ഒരായത്ത് ഇറങ്ങിയത് കാരണം, ആ ആയത്ത് ഇറങ്ങിയ കാരണം റസൂലുള്ളാഹി പകരക്കാരനായി മുശ്രിക്കുകൾ വേറെ ആളെ കൊണ്ടുവന്നവര് ഇതാ ഇവന് റസൂലാണെന്ന് പറഞ്ഞിട്ട്, ആ നബിയാണ് അള്ളാഹു ഇവൻക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട്, നൽകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഓനെ തട്ടാൻ, ഓനെ മാറ്റാൻ വേണ്ടിയാണ് പറഞ്ഞ ഹാത്തിമുൻ നബി, ഞാനാണ് അവസാനത്തെ നബി, ഇനി ഒരു നബി വരാനില്ല, ഓൻ വരാൻ പാടില്ലല്ലോ, ഇനി ഒരു നബി വരാനില്ല എന്ന് പറയാൻ കാരണങ്ങളാണ്. അവിടെ അങ്ങനെ പറയേണ്ടി വന്നത് റസൂല. അല്ലാതെ അനമിനൂരില്ലാഹി എന്ന് പറഞ്ഞ ആദ്യ നൂറ് ഞാനാണെന്നും അന്ന മുഹമ്മദ് റസൂൽ ആദമിലും ഞാനാണ്, ആ നൂറായ ഞാനാണ് വന്നതെന്ന് പറഞ്ഞ്, എന്നിട്ട് ഇബ്രാഹിമിനെ തീയിലിട്ടപ്പോഴും ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ റസൂല എല്ലാവരിലും അന്ന മുഹമ്മദ് റസൂലാണ്. ഇബ്രാഹിം തീയിലിട്ടപ്പോഴും ഇബ്രാഹിമിൽ റസൂല ഉണ്ടായിരുന്നു. അപ്പോ അതുപോലെ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ആദിമ മനുഷ്യനായും തുടർന്ന് ബീജാന്തരങ്ങളോട് ജന്മജന്മാന്തരങ്ങളായി ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ഫഅലമു അന്ന ഫീക റസൂലുള്ള, നിന്നിൽ അള്ളാഹും റസൂലുമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഈ ഖുർആൻ അറിയാത്ത, ഈ ഷഹാദത്ത് കലിമയും ഫാത്തിഹയും ഖുർആനും അറിയാത്ത മുസ്ലിം നാമധാരികൾ ആളാവണ്ട. നിങ്ങളാണ് കാഫർ, നിങ്ങൾ ഇസ്ലാമാവുക ഷഹാദത്ത് കലിമ അറിഞ്ഞ്. അതിനെ നിങ്ങൾ അള്ളാഹുലേക്ക് ഉയരാൻ ഫഅലമു അന്ന ഫീക റസൂലുള്ള, നിങ്ങൾ അള്ളാഹും റസൂലും നിങ്ങളിലുണ്ട്. അത് മരിക്കുന്നവനല്ല അള്ളാഹും റസൂലും. എന്നിട്ട് 1400 കൊല്ലം മുമ്പേ മരിച്ചുപോയി എന്ന് പറഞ്ഞത് തെറ്റായ നിങ്ങളുടെ ധാരണ, പൈശാചികത്വമാണത്. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ഹയാത്താക്കി എടുക്കുക, നിങ്ങളിൽ തന്നെ ഹയാത്താക്കി എടുക്കുക. ഓക്കെ.